അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വീക്ഷകരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഈജിപ്തിലെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹുമൈസിറ എന്നുള്ളത്. കൈറോയിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് ഹുമൈസിറ. ഷാദുലി ത്വരീഖത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മഹാനായ ഇമാം അബൂ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന സ്ഥലമാണ് ഹുമൈസിറ എന്നുള്ളത്. സൂഫി ത്വരീഖത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്വരീഖത്താണ് ഷാദുലി എന്നുള്ളത്. ലോക മുസ്ലിമീങ്ങളുടെ മാനസാന്തരങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റിയ ഒരു മഹാനാണ് അബൂ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഞാനിപ്പോൾ നിലകൊള്ളുന്നത് ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹുവിൻ്റെ മക്കാമിൻ്റെ സ്ഥലത്താണ്. മഹാനവറുകളുടെ ചരിത്രം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ലോകത്തെ പല ത്വരീഖത്തുകളുണ്ടെങ്കിലും അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഫി പന്തമാണ് വഴിയാണ് ഷാദുലി ത്വരീഖത്ത് എന്നുള്ളത്. മഹാനവറുകൾ ഹിജ്രി 591 മഗ്രിബ് അങ്ങകലെ മഗ്രിബിൽ മൊറോക്കോയിൽ ജനിച്ച് വീണ്ടും തുടക്കകാലങ്ങളൊക്കെ മൊറോക്കോയിൽ തന്നെ ജീവിച്ച് ഈ തസവുഫിൻ്റെ വഴിയിൽ കൂടി ഷെയ്ഖിനെ തേടി ഇറാഖിലെത്തി. അന്ന് ഇറാഖ് എന്ന് പറയുമ്പോൾ മദ്രസത്തുൽ ഇറാഖ് ലോകത്തെ അറിയപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു. അവിടെ എത്തി ബഹുമാനപ്പെട്ട ഇറാഖിലെ അബുൽ ഫതഹ് അൽ വാസിത്തി എന്ന ഷെയ്ഖിനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടി അവിടുന്ന് കുത്തുബിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടുന്ന് ഒരു വരിക പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലാണ് ഈ കാലഘട്ടത്തെ കുത്തുബുള്ളത്. അങ്ങനെ വീണ്ടും തിരിച്ച് മൊറോക്കോയിലേക്ക് കടന്നുപോയി. അങ്ങനെ അബ്ദുസ്സലാം ഇബ്നു മഷീസ് തങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തെ കുത്തുബായിരുന്ന അബ്ദുസ്സലാം ഇബ്നു മഷീസ് തങ്ങളെ കണ്ടുമുട്ടുകയും അങ്ങനെ ഒരുപാട് ദിക്റുകൾ അവിടെ നിന്ന് ഏറ്റുവാങ്ങുകയും അങ്ങനെ അബ്ദുസ്സലാം ഇബ്നു മഷീഷ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം അങ്ങകലെ തുനിസിയിലെ ഷാദുലി കുഗ്രാമത്തിലേക്ക് കടന്നു പോവുകയാണ് ദഅവത്തിന് വേണ്ടി. ചില ദിവസങ്ങൾ സമയങ്ങൾ മാത്രമാണ് ഷാദുലിയിൽ ബഹുമാനപ്പെട്ട ഷാദുലി തങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ തന്റെ ഷെയ്ഖായ അബ്ദുസ്സലാം ഇബ്നു മഷീഷ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആഫ്രിക്കയിലെ തുനീഷ്യയിലെ കുഗ്രാമമായ ഷാദുലിയിലേക്ക് മഹാനായ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവിടെ ദഅവത്തിന്റെ മേഖലയിൽ ഏർപ്പെടുകയും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ബഹുമാനപ്പെട്ടവർ അവിടെ ജീവിച്ചു പോകുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ചില ദിവസങ്ങൾ മാത്രം ജീവിതകാലം മുഴുവനും തന്റെ ബാല്യകാലം അങ്ങകരെ മൊറോക്കോയിൽ ജീവിച്ച് അവിടെ നിന്ന് വഫാത്ത് സംഭവിക്കുന്നത് ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹുമൈസിറ എന്നുള്ള ഒരു മല ചെരുവുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിർജ്ജന പ്രദേശത്താണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഷാദുലി തങ്ങളുടെ മഹത്വം കൊണ്ട് ഈ നിർജ്ജന പ്രദേശമാണെങ്കിൽ ജനങ്ങൾ ഇവിടെ മഹാനവറുകളെ ബർക്കത്ത് തേടിക്കൊണ്ട് ധാരാളമായി ഇന്ന് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഷാദുലി എന്നുള്ള പേര് ലഭിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബ് ലിമ സമ്മൈതനി ബിഷാദുലി, എന്തുകൊണ്ടാണ് റബ്ബെ എനിക്ക് ഷാദുലി എന്ന് പേര് തന്നിട്ടുള്ളത്? ഞാൻ ചില ദിവസങ്ങൾ മാത്രമാണ് ഷാദുലിയിൽ ജീവിച്ചിട്ടുള്ളത്, ദഅവത്ത് നടത്തിയിട്ടുള്ളത്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഷാദുലി എന്ന് പേര് തന്നു എന്ന് ചോദിച്ചപ്പോൾ വലസ്തു ഷാദുലി, എന്നിട്ട് ഞാൻ ഷാദുലിയിലല്ല ജനിച്ചതും ഞാൻ അങ്ങകലെ മൊറോക്കോയിലാണ് ജീവിച്ചത്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഷാദുലി എന്നുള്ള പേര് തന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഒരു അശ്ലീലവാണി കേൾക്കപ്പെട്ടു. യാ അലി മാ സമ്മൈതുക ബിഷാദുലി വഇന്നമാ അൻത ഷാദുലി ബിത്തശ്ദീദി ദാൽ. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിനക്ക് ഷാദുലി എന്ന് പേര് വെച്ചത് നീ ഷാദുലി എന്നാണ്, നീ എനിക്ക് തനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ മുഫ്റദു ലിഖിദ്മതി വ മഹബ്ബതി, എൻ്റെ മഹബ്ബത്തിലും എൻ്റെ ഖിദ്മത്തിലും നിന്റെ പോലെ മറ്റൊരാളുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഷാദുലി എന്നുള്ള അപരനാമം ഇട്ടുതന്നത് എന്ന് പടച്ചതമ്പുരാൻ അവിടുന്ന് ഷാദുലി ഇമാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് കറാമത്തുകൾ തബഖാത്ത് ഷാദുലിയിലെ ഒരുപാട് കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരുടെ അനുഭവ കഥകൾ ജീവിത രേഖകൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഷാദുലി എന്നുള്ള നാമം എങ്ങനെ വന്നു എന്ന് ഖളിയത്തു തസവുഫുൽ മദ്രസത്തു ഷാദുലിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഹലീം മഹ്മൂദ് അലി ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ,
അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഹജ്ജിന് വേണ്ടി മഹാനവറുകൾ കടന്നുപോയിട്ടുണ്ട്. മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് അങ്ങകലെ അലക്സാണ്ട്രിയയിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ലോകത്തെ എമ്പാടും പ്രവാചക മദ്ഹുകളെ കൊണ്ട് പ്രകീർത്തനം കൊള്ളിച്ച ഖസീദത്തുൽ ബുർഖുദ്ദ എന്ന രചിതാവായ ബഹുമാനപ്പെട്ട ഇമാമുൽ അൽ ബുസൂരി തങ്ങൾ അവിടുത്തെ ശിഷ്യനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഹജ്ജിന് വേണ്ടി അദ്നിൽ നിന്ന് യമന്റെ അദ്നിൽ നിന്ന് സഈദിലേക്ക് കടന്നു വരുമ്പോൾ മരുഭൂമിയിലൂടെ എത്തിപ്പെടുമ്പോൾ ഈ ഇന്ന് നിലകൊള്ളുന്ന ഈ മലഞ്ചെരുവികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന, ഏകദേശം ഇവിടുത്തെ ഇന്ന് ചൂട് 45 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലമാണ് ഈ ഹുമൈസിറ എന്നുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ മഖാമുകൾ ഇന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ മഖാമുള്ള കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ ഈജിപ്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ന് ഈ മഹാനവറുകളുടെ സന്ദർശനത്തിനായി ഇന്ന് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ. അങ്ങനെ ഹിജ്റ 901 മൊറോക്കോയിൽ ജീവിച്ച് ഹജ്ജിന് വേണ്ടി പോകുന്ന വഴിക്കിടയിലാണ് ബഹുമാനപ്പെട്ടവർ ഹിജ്റ 656 ഏകദേശം 65 വയസ്സാകുമ്പോൾ ലോകത്തോടെ മഹാനവറുകൾ വിട പറയുകയാണ്. അതുകൊണ്ട് ഒരുപാട് അനുഭവകഥകൾ, ഒരുപാട് ചരിത്രങ്ങൾ, കറാമത്തുകൾ തൊബഖാത്ത് ഷാസുരിയ എന്നുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഈ ഷാസുരിയ ത്വരീഖത്തിന്റെ ഒരുപാട് മുരീദന്മാറുകളെ, ശിഷ്യഗണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ എത്താനും നല്ല നിലയ്ക്ക് സിയാറത്ത് ചെയ്യാനും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹപര ലോകം അല്ലാഹു വിജയത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹുമൈസിറയിലുള്ള ബഹുമാനപ്പെട്ട അബൂ ഹസൻ ഷാദിലി റളിയല്ലാഹുവിൻ്റെ മനോഹരമായിട്ടുള്ള മഖാം ഷരീഫ് ഞങ്ങൾക്ക് ഇതിലൂടെ കാണുന്നതാണ്.